ഷെക്കീന ടി വിയുടെ പ്രേക്ഷകരായ പ്രിയ സഹോദരി സഹോദരന്മാരെ, 2024 ഓഗസ്റ്റ് 10 തൃശ്ശൂരിൽ വെച്ച് നടക്കുന്ന ഇന്ത്യയിലെ 3ാമത്തെ മാർച്ച് ഫോർ ലൈഫ്, അത് ഈ മനുഷ്യജീവന്റെ മഹത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കാനും മനുഷ്യജീവനെ കാത്തു സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം കൃത്യമായി വ്യക്തമാക്കാനുമുള്ള ഒരു റാലിയാണ്. നിങ്ങളെ ഏവരെയും അതിലേക്ക് ക്ഷണിച്ചുകൊണ്ടാണ് ഞാൻ ഈ മനുഷ്യജീവനെക്കുറിച്ച്, അതിൻ്റെ മഹത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കാൻ ആഗ്രഹിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിലെ 10-ാം അധ്യായം 10-ാം വാക്യത്തിൽ യേശു വളരെ വ്യക്തമായി പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് ജീവനുണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കത്തോലിക്കാ സഭ വളരെ വ്യക്തമായി മനുഷ്യജീവന്റെ മഹത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഗർഭധാരണം മുതൽ സ്വാഭാവിക മരണം വരെ മനുഷ്യജീവനെ ആദരിക്കാൻ, ബഹുമാനിക്കാൻ, കാത്തുസൂക്ഷിക്കാൻ എല്ലാ മനുഷ്യർക്കും ഉത്തരവാദിത്വമുണ്ട്. ബൈബിളിൽ പ്രത്യേകിച്ചും ഉൽപ്പത്തി പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായം 26-27 വാക്യങ്ങളിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് തൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓരോ മനുഷ്യനിലും ദൈവഛായയുണ്ട്. അതുകൊണ്ട് ഈ ദൈവഛായയുള്ള മനുഷ്യന്റെ ജീവന്, ആ ജീവൻ ആരംഭിക്കുന്നത് ഗർഭധാരണം മുതലാണ് മനുഷ്യജീവൻ ആരംഭിക്കുന്നത്. അതുകൊണ്ട് ഈ ഗർഭധാരണം മുതൽ മനുഷ്യന്റെ സ്വാഭാവിക മരണം വരെയുള്ള കാലഘട്ടത്തിൽ ഈ മനുഷ്യജീവനെ ഹനിക്കുന്നത് ദൈവത്തിനെതിരായ, ദൈവിക നിയമങ്ങൾക്കെതിരായ വലിയ പാപമാണ്. അതുകൊണ്ടാണ് മനുഷ്യജീവനെ കാത്തു സൂക്ഷിക്കാൻ സഭ നമ്മെ വ്യക്തമായി തന്നെ പഠിപ്പിക്കുന്നത്. സങ്കീർത്തനത്തില് പ്രത്യേകിച്ച് 139-ാമത്തെ അധ്യായം 13-16 വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്, ദൈവം മനുഷ്യന്റെ അന്തരംഗത്തിൽ തന്നെ രൂപം നൽകി. അതുകൊണ്ട് തന്നെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ദൈവമാണ് വരഞ്ഞത്. മനുഷ്യൻ മനുഷ്യനായിരിക്കും ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. യെരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 1:5 വായിക്കുന്നുണ്ട്, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു, വിളിച്ചു, വിശുദ്ധീകരിച്ചു എന്നൊക്കെ. അപ്പോൾ മനുഷ്യജീവൻ ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് പുറപ്പാടിന്റെ പുസ്തകത്തില് 20-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യത്തില് അത് 5-ാമത്തെ കൽപ്പനയാണ്. 10 പ്രമാണങ്ങളിലെ 5-ാമത്തെ കൽപ്പന, കൊല്ലരുത്, മനുഷ്യജീവനെ കൊല്ലരുത്. എന്നാണ് മനുഷ്യജീവൻ ആരംഭിക്കുന്നത്? ഗർഭധാരണം മുതൽ. എന്നാണ് മനുഷ്യജീവൻ ഇഹലോകത്തിൽ അവസാനിക്കുന്നത്? സ്വാഭാവിക മരണത്തിൽ. പക്ഷേ അത് നിത്യജീവന്റെ ആരംഭമാണ്. അതുകൊണ്ട് ദൈവം സൃഷ്ടിച്ച മനുഷ്യജീവൻ അത് ഇഹലോകം കഴിഞ്ഞ് സ്വർഗത്തിൽ നിത്യമായി ജീവിക്കേണ്ടതാണ്. മരണം എന്നത് ഒരു കവാടം മാത്രമാണ്. അതുകൊണ്ട് മനുഷ്യ ജീവിതത്തിൽ ഒരിക്കലും മനുഷ്യനെ കൊല്ലാൻ ദൈവത്തിന്റെ കൽപ്പനകൾക്ക് വിധേയമായിട്ടാണെങ്കിൽ അനുവദിക്കില്ല. മനുഷ്യജീവനെ കൊല്ലരുത്. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ വളരെ കൃത്യമായി തന്നെ ഗർഭനിരോധനം, ഗർഭഛിദ്രം, ദയാവധം, അസിസ്റ്റഡ് സൂയിസൈഡ്, അതായത് ആത്മഹത്യക്ക് സഹായിക്കൽ തുടങ്ങിയ എല്ലാ കാര്യങ്ങൾക്കും തന്നെ കൃത്യമായി തന്നെ ഉത്തരം നൽകുന്നുണ്ട്. അതായത് ഇവയെല്ലാം തെറ്റാണെന്ന് പറയുന്നുണ്ട്. ഇന്ന് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇന്ന് ഈ മരണ സംസ്കാരം ഈ ലോകത്തിൽ കാണാം. കുടുംബത്തിലാണ് ഏറ്റവും കൂടുതൽ തകർച്ചകൾ കാണുന്നത്. ഇന്ന് നമുക്കറിയാം, വിവാഹം വേണ്ട എന്ന് പറയുന്നവർ, കൂടിത്താമസം, വിവാഹമില്ലാതെ കൂടിത്താമസം, അതുകഴിഞ്ഞ് തന്നെ മക്കൾ വേണ്ട എന്ന് പറയുന്നവര്, മക്കൾ ഉണ്ടായാൽ തന്നെ ഗർഭഛിദ്രം സർവ്വസാധാരണമായി നടത്തുക, അതുപോലെ തന്നെ വിവാഹത്തിന് പ്രവേശിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ, അങ്ങനെ കുടുംബങ്ങൾ തകർന്ന ഒത്തിരി ഉണ്ട്. ഈ മരണ സംസ്കാരത്തിന്റെ ഭാഗമായി കൊലപാതകം, ഗർഭഛിദ്രം, ദയാവധം, ആത്മഹത്യ, യുദ്ധം, അങ്ങനെ തുടങ്ങി കൊലപാതകങ്ങൾ തുടങ്ങി ഒരു മരണ സംസ്കാരം, അതിന് ആക്കം കൂട്ടാനായിട്ട് ഈ മദ്യം, മയക്കുമരുന്ന് തുടങ്ങി പലതും ഈ മരണ സംസ്കാരത്തിന്റെ ഭാഗമായി ഇന്ന് ലോകത്തിൽ കാണുകയാണ്. ഇതിനെതിരെ ശക്തമായ സഭ മനുഷ്യന്റെ മഹത്വത്തെ ഊന്നൽ കൊടുത്തുകൊണ്ട് പഠിപ്പിക്കുന്നുണ്ട്.
കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ പ്രത്യേകിച്ച് 2258 പറയുന്നുണ്ട്, ഗർഭധാരണം മുതൽ സ്വാഭാവിക മരണം വരെ മനുഷ്യന്റെ ജീവൻ മഹത്വമുള്ളതാണ്, വിശുദ്ധിയുള്ളതാണ്. അതുകൊണ്ട് ഗർഭധാരണം മുതൽ ഈ മനുഷ്യ ജീവനെ ബഹുമാനിക്കുകയും ആദരിക്കുകയും കാത്തുസൂക്ഷിക്കുകയും അത് സ്വാഭാവിക മരണം വരെ കാത്തുസൂക്ഷിക്കേണ്ടത് ആവശ്യമാണെന്ന് പറയുന്നു. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 2261 അതിൽ പ്രത്യേകിച്ച് ഈ 5ാം കൽപ്പനയെ കുറിച്ചാണ്, അതായത് കൊല്ലരുത് എന്നുള്ള കൽപ്പന. ആ കൊല്ലരുത് എന്നുള്ള കൽപ്പന ഇപ്പോൾ പലരും പറയുന്നുണ്ട് ഈ ഗർഭഛിദ്രം നടത്തുന്നത് കുഴപ്പമില്ല, അത് ഗർഭധാരണം കഴിഞ്ഞ് കുറെ ആഴ്ചകൾക്ക് അത് പ്രശ്നമില്ല എന്നൊക്കെ തെറ്റായ മനസാക്ഷി രൂപീകരണത്തിൽ പറയുകയാണ്. ഗർഭധാരണം മുതൽ മനുഷ്യ ജീവനുണ്ട്, അതുകൊണ്ട് മനുഷ്യജീവനെ ഹനിക്കുന്നത്, ഗർഭഛിദ്രം നടത്തുന്നത് കൊലപാതകം തന്നെയാണ് എന്ന് വ്യക്തമായി തന്നെ പഠിപ്പിക്കുകയാണ്. 2268-69 കാര്യത്തിൽ പറയുന്നുണ്ട്, ഈ ഗർഭഛിദ്രം നടത്തുന്നതും പ്രായമായിട്ടുള്ളവരെ ദയാവധത്തിന് അനുവദിക്കുക, അല്ലെങ്കിൽ അവർക്ക് തന്നെ സ്വയം ആത്മഹത്യക്ക് അവരെ പ്രേരിപ്പിക്കുക. പിന്നെ വേറെ ഒന്നുള്ളത്, ചിലപ്പോ ഭിന്നശേഷിക്കാർ, അത് അമ്മയുടെ ഉദരത്തിലുള്ളതാണെങ്കിലും അല്ലെങ്കിൽ ഇതിന് ശേഷവും എങ്ങനെയെങ്കിലും അങ്ങനെയുള്ളവരെ ഇല്ലാതാക്കുക. കാരണം അവർക്ക് കുടുംബത്തിന്, മാതാപിതാക്കൾക്ക്, മറ്റുള്ളവർക്ക് ശല്യമാണ്. അങ്ങനെയുള്ള ശല്യങ്ങളൊക്കെ ഒഴിവാക്കുക. ഇതൊക്കെ ഗൗരവമായി തെറ്റാണ് എന്ന് പഠിപ്പിക്കുന്നു. മാത്രമല്ല 2276 മുതൽ 79 വരെയുള്ള മതബോധനത്തിന്റെ ആർട്ടുകളിൽ പറയുന്നത് മനുഷ്യൻ ജീവനെ ബഹുമാനിക്കേണ്ടത് എന്തുവരെയാണ്? സ്വാഭാവിക മരണം വരെയാണ്. അതുകൊണ്ട് നാച്ചുറൽ എൻഡ് ഓഫ് ലൈഫ്. അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും അതിനെ ബഹുമാനിക്കാൻ വേണ്ടി സഭ പഠിപ്പിക്കുകയാണ്. നമുക്ക് പ്രായമായിട്ടുള്ളവരെ പരിപാലിക്കാനുള്ള സംവിധാനങ്ങളുണ്ടാകും, പാലിയേറ്റീവ് കെയർ അടക്കം വീട്ടില് അല്ലെങ്കിൽ പൊതുസമൂഹം. അതുകൊണ്ട് അവർക്ക് ഇങ്ങനെ പ്രായമായിട്ടുള്ളവരെ സഹായിക്കാനുള്ള വലിയ പദ്ധതികൾ എല്ലാ കുടുംബങ്ങളിലും സമൂഹങ്ങളിലെല്ലാം ഉണ്ടാകണമെന്ന് കൃത്യമായി തന്നെ പഠിപ്പിക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ മാർപ്പാപ്പന്മാരുടെ പഠനത്തെ കുറിച്ച് കൂടി നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആധുനിക മാർപ്പാപ്പന്മാരെല്ലാവരും തന്നെ വളരെ കൃത്യമായി ഈ മനുഷ്യജീവന്റെ മഹത്വത്തെ കുറിച്ച് ചാക്രിക ലേഖനങ്ങളിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. പോൾ ആറാമൻ മാർപ്പാപ്പയുടെ 1968 പ്രസിദ്ധീകരിച്ച ഹുമാനെ വീത്തെ മനുഷ്യജീവൻ എന്ന ചാക്രിക ലേഖനം, അത് വളരെ ചിലർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുള്ളതാണ്. പക്ഷെ കൃത്യമായി കത്തോലിക്കാ സഭയുടെ വിശ്വാസ സംഹിതകൾ അതില് മനുഷ്യജീവന്റെ മഹത്വത്തെ കുറിച്ചുള്ള വിശ്വാസ സത്യങ്ങൾ അതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അതിൽ ജീവന്റെ പരിശുദ്ധിയെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ച്, വിവാഹം പുരുഷൻ സ്ത്രീ തന്നെ, അങ്ങനെയുള്ള വിവാഹത്തെക്കുറിച്ച്, ആ വിവാഹം തന്നെ കുടുംബജീവിതത്തിലേക്ക് നയിക്കുമ്പോൾ അത് ജീവന്റെ തുറവിയുള്ളതായിരിക്കണം. അതുകൊണ്ട് വിവാഹം കഴിച്ച് മക്കൾ വേണ്ട എന്ന് പറയുന്നത് ശരിയല്ല. അതുകൊണ്ട് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ്, ഗർഭനിരോധന മാർഗങ്ങൾ അതിനാൽ തന്നെ ഒരിക്കലും അനുവദിക്കാവുന്നതല്ല തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായി തന്നെ പോൾ ആറാമൻ മാർപ്പാപ്പ പഠിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ റെസ്പോൺസിബിൾ പാരന്റിങ്, മാതാപിതാക്കളുടെ ഉത്തരവാദിത്വത്തെ കുറിച്ചും പോൾ ആറാമൻ മാർപ്പാപ്പ ഈ ചാക്രിക ലേഖനത്തിൽ വിശദീകരിക്കുന്നു. പിന്നെ തുടർന്ന് സ്വാഭാവിക മരണം വരെ കാത്തു സൂക്ഷിക്കേണ്ട ആവശ്യകത. രണ്ടാമതായിട്ട് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ് ദീർഘകാലം സഭയെ നയിച്ച മാർപ്പാപ്പ. പ്രത്യേകിച്ച് ജീവന്റെ സുവിശേഷം എവാഞ്ചേലിയം വീത്തെ എന്ന 1995 പുറപ്പെടുവിച്ച ചാക്രിക ലേഖനത്തിലാണ് ഇതേ കാര്യങ്ങൾ തന്നെ വീണ്ടും ആവർത്തിച്ചു. ഗർഭഛിദ്രം തെറ്റാണ്, ദയാവധം തെറ്റാണ്, അതുപോലെ തന്നെ ആത്മഹത്യ ചെയ്യാൻ ആളുകളെ സഹായിക്കില്ല, തെറ്റാണ് തുടങ്ങിയ കാര്യങ്ങൾ. അപ്പോൾ ജീവന്റെ സുവിശേഷത്തിൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞു, ജീവന് വേണ്ടി വാദിക്കുക, അറ്റ് ദ സർവീസ് ഓഫ് ലൈഫ് നോട്ട് ഡെത്ത്. മരണത്തെ സഹായിക്കലല്ല, ജീവനെ സഹായിക്കലാണ് നമ്മുടെ ഉത്തരവാദിത്വം. ബെനഡിക്ട് 16-ാം മാർപ്പാപ്പ ഇത് തന്നെ പറഞ്ഞു. പ്രത്യേകിച്ച് ദൈവം സ്നേഹമാകുന്നു, ദൈവസ് കാരിത്താസ് എസ്റ്റ് 2005 പുറപ്പെടുവിച്ച ആ ചാക്രിക ലേഖനത്തില് ഇത് തന്നെ മനുഷ്യജീവന്റെ എല്ലാ തലങ്ങളിലും, അറ്റ് ഓൾ സ്റ്റേജസ്, ജീവനെ കാത്തു സൂക്ഷിക്കാൻ നമുക്ക്, അത് ഗർഭധാരണം മുതൽ സ്വാഭാവിക മരണം വരെ ജീവനെ കാത്തു സൂക്ഷിക്കാൻ കടപ്പാടുണ്ട് എന്ന് സ്നേഹമായി ദൈവം മനുഷ്യന് ജീവൻ നൽകിയത് അതിനാണ് എന്ന് ബെനഡിക്ട് മാർപ്പാപ്പ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. ഇപ്പോഴത്തെ മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പയും ഇത് തന്നെ ആവർത്തിക്കുന്നു. പ്രത്യേകിച്ച് സുവിശേഷത്തിന്റെ സന്തോഷം എവഞ്ചേലിയും ഗാവുദിയും എന്ന 2013 പുറപ്പെടുവിച്ച ചാക്രിക ലേഖനത്തില് ഈ മാർപ്പാപ്പ പ്രത്യേകമായി ഇതിൽ മനുഷ്യ അവകാശങ്ങളെ കുറിച്ചാണ് പറയുന്നത്. മനുഷ്യ അവകാശങ്ങൾ ലഭിക്കുന്നത് എന്ന് മുതലാ? മനുഷ്യജീവൻ ആരംഭിക്കുന്നു മുതൽ. അതെന്നാണ്? ഗർഭധാരണം മുതൽ. അപ്പോൾ അമ്മയുടെ ഉദരത്തിലുള്ള ശിശുവിന് എല്ലാ മനുഷ്യാവകാശങ്ങളും ഉണ്ട്.
എന്നാൽ ഈ മനുഷ്യാവകാശം ഹനിക്കാൻ, കുഞ്ഞുങ്ങളെ ഉദരത്തിൽ വെച്ച് കൊല്ലാൻ, അത് ഏതാനും ആഴ്ചകൾ വരെ കുഴപ്പമില്ല എന്ന് പറയുന്ന ചില ധാർമ്മിക ശാസ്ത്രജ്ഞന്മാരൊക്കെ ഉണ്ട്. മനുഷ്യജീവന്റെ ഉത്ഭവം മുതൽ അവർക്ക് എല്ലാ അവകാശങ്ങളും ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഗർഭഛിദ്രം നടത്തുന്നത്, പ്രായമായി കഴിഞ്ഞാൽ അവരെ കൊണ്ട് ഉപയോഗമില്ല എന്ന് പറഞ്ഞ് ദയാവിധം നടത്തുന്നത്, ഇതൊക്കെ ഗൗരവമായ, ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വാക്കുകളിൽ ഏറ്റവും ഭയാനകമായ തിന്മ, ഹൊറിബിൾ ആയിട്ടുള്ള പാതകങ്ങൾ എന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത്. അതുകൊണ്ട് ഈ ജീവന്റെ മഹത്വത്തെ കുറിച്ച് നമ്മൾ എല്ലാ മനുഷ്യരും മനസ്സിലാക്കുകയും മനുഷ്യജീവൻ കാത്തു സൂക്ഷിക്കുകയും ചെയ്യാൻ നമുക്ക് പ്രോ ലൈഫ് മൂവ്മെന്റ്, ജീവന്റെ വേണ്ടിയുള്ള ഒരു സംസ്കാരം വളർത്തിയെടുക്കാനാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് ഏവർക്കും ആവശ്യമായിരിക്കുന്നത്. അബോർഷനെ കുറിച്ച് പല സ്ഥിതിവിവര കണക്കുകളും നമുക്കറിയാം. പ്രത്യേകിച്ച് ഗുഡ് മാഹർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ അടുത്ത കാലത്ത് നടത്തിയിട്ടുള്ള പഠനത്തിൽ അനുസരിച്ച് ഒരു കൊല്ലം ഏകദേശം 7.3 കോടി കുഞ്ഞുങ്ങളെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് കൊല്ലുന്നുണ്ട്. ഇന്ത്യയില് താരതമ്യേന അത് കുറച്ചുകൂടി കൂടുതലായിട്ടാണ് പറയുന്നത്. ഏകദേശം ഇന്ത്യയിൽ ഒരു വർഷം 1.56 കോടി കുഞ്ഞുങ്ങൾ അമ്മയുടെ ഉദരത്തിൽ വെച്ച് കൊല്ലുന്നു. എത്രയോ ഭയാനകമായ തിന്മയാണ് ഈ ഗർഭഛിദ്രം വഴി കുഞ്ഞുങ്ങളെ കൊന്നുകൊണ്ട് നടത്തുന്നത്. അതിനേക്കാൾ അപ്പുറത്താണ് ഈ ഗർഭധാരണം നടത്താതിരിക്കേണ്ട, അങ്ങനെ മക്കളെ വേണ്ട എന്ന് പറഞ്ഞിട്ട് സമൂഹം ഇപ്പോൾ ഒത്തിരി ഉണ്ട്. നമുക്കറിയാം, ഇന്ത്യയിലെ ക്രൈസ്തവര്, കേരളത്തില് പ്രത്യേകിച്ച് ക്രൈസ്തവരിൽ സുറിയാനി കത്തോലിക്കര് തന്നെ ഓരോ ദിവസവും അവരുടെ അംഗസംഖ്യ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഒരു പ്രധാന കാരണം മക്കൾ വേണ്ട എന്ന് പറയില്ല, മക്കളില്ലാത്തത്. ഇപ്പോൾ വിവാഹം വേണ്ട എന്ന് പറയുന്നത്, കൂടി താമസം മാത്രം മതി, ഗർഭനിരോധന മാർഗങ്ങൾ ഉപയോഗിച്ച് മക്കൾ ഇല്ലാതിരിക്കാൻ. മാത്രമല്ല, ഇപ്പോൾ നാട്ടിൽ നിൽക്കേണ്ട, 12ാം ക്ലാസ് കഴിയുമ്പോഴേക്കും ഒക്കെ നാട്ടിൽ നിന്ന് പുറത്തു പോകുന്നു. അങ്ങനെ അന്യം നിന്ന് പോകുന്ന ഒരു സമുദായമായി ക്രൈസ്തവ സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് ജീവന്റെ മഹത്വത്തെക്കുറിച്ച് പ്രോ ലൈഫ് മൂവ്മെന്റിൽ വാദിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് പറയുകയാണ്, ഈ മനുഷ്യജീവന്റെ മഹത്വത്തിൽ വാദിക്കുന്ന പോളിസികൾ ഉണ്ടാകണം. ഇന്ന് മനുഷ്യജീവനെ കൊല്ലാനുള്ള നിയമങ്ങൾ രാഷ്ട്രങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനെതിരെയാണ് മാർച്ച് ഫോർ ലൈഫ് ഒക്കെ നടത്തുന്നത്. 1973 അമേരിക്കയില് ഗർഭഛിദ്രം അത് നിയമാനുസൃതമാക്കിയപ്പോൾ അവിടെ അതിനെതിരെ മനുഷ്യ മനസാക്ഷിയുള്ള വ്യക്തികള്, പ്രത്യേകിച്ച് കത്തോലിക്കര്, ക്രൈസ്തവര് അതിനെതിരെ നടത്തിയ മാർച്ചാണ് ഇങ്ങനെ മാർച്ച് ഫോർ ലൈഫ് എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നത്. നമ്മുടെ നാട്ടിലും അത് നടക്കുന്നുണ്ട്. ഈ സാഹചര്യത്തില് നിങ്ങൾ എല്ലാവരെയും മനുഷ്യന്റെ അവകാശങ്ങൾക്ക് വേണ്ടി, മനുഷ്യജീവൻ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി വാദിക്കാൻ മുന്നോട്ട് വരണമെന്ന് ഞാൻ വ്യക്തമായി തന്നെ കൃത്യമായിട്ട് ആഹ്വാനം ചെയ്യുകയാണ്. ഈ അവസരത്തിൽ ഈ മനുഷ്യജീവനെ ബഹുമാനിക്കാൻ, ആദരിക്കാൻ എല്ലാവരും പ്രത്യേക പ്രാർത്ഥനകൾ നടത്തണം. പ്രോ ലൈഫ് മൂവ്മെന്റിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. MTP ആക്ട് ഇന്ത്യയിലെ 1971 പിന്നീട് 2021 അതിന് അമെൻമെന്റ്സ് ഉണ്ടായിട്ട് മനുഷ്യജീവനെ കൊല്ലുന്ന ഗർഭഛിദ്രം അത് നിയമാനുസൃതമാക്കി. നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ ശാപം എന്ന് വേണമെങ്കിൽ പറയാം. ആദ്യത്തെ നിയമം അനുസരിച്ച് 20 ആഴ്ച വരെ കുഞ്ഞിനെ കൊല്ലുന്നതിന് ഏതെങ്കിലും ഒരു രജിസ്ട്രേഡ് ഡോക്ടറുടെ അനുവാദം മാത്രം ഉണ്ടായാൽ മതി. പിന്നീട് വന്ന അമെൻമെന്റ് അനുസരിച്ച് 24 ആഴ്ച വരെ 2 ഡോക്ടർമാർ പറഞ്ഞാൽ കൊല്ലാം. എത്രയോ ഗൗരവമായ തിന്മയാണ്. അതുകൊണ്ട് തന്നെ ഈ MTP ആക്ട് മാറേണ്ടത് നമ്മുടെ നാടിന്റെ നന്മയ്ക്ക് ആവശ്യമാണ്. അതിനുവേണ്ടി വാദിക്കാൻ, അതിനുവേണ്ടി ശബ്ദമുയർത്താൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ. ഈ അവസരത്തിൽ ജീവന്റെ സംസ്കാരം വളർത്തിയെടുക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനകൾ, പ്രത്യേകിച്ച് പ്രോ ലൈഫ് മൂവ്മെന്റുകാർ വളരെ ശക്തമായ പ്രാർത്ഥനകൾ നടത്തുന്നുണ്ട്. മാർച്ച് ഫോർ ലൈഫ് അതിനുവേണ്ടി നടത്തുന്നുണ്ട്. ഇങ്ങനെയുള്ള ശക്തമായ പ്രാർത്ഥനകൾ വിശ്വാസികളായ, ക്രൈസ്തവരായ, മനുഷ്യജീവനെ ബഹുമാനിക്കുന്ന എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകട്ടെ. അതോടൊപ്പം തന്നെ ഇങ്ങനെ വിഷമിക്കുന്നവർക്ക് അജപാലനപരമായി നമ്മൾ സഹായിക്കാനും തയ്യാറാകണം. ഏതെങ്കിലും കാരണവശാൽ ഒരു സ്ത്രീ ഗർഭിണിയായി കാണപ്പെട്ടു കഴിഞ്ഞാൽ അതിനോട് പോയി നീ ഗർഭഛിദ്രം നടത്തൂ എന്ന് പറയാതെ ആ കുഞ്ഞിനെ വളർത്താനും അവളെ മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും ഒക്കെ അങ്ങനെയുള്ളവരെ സഹായിക്കാനും നമ്മൾ തയ്യാറാകണം. നിങ്ങളുടെ മുമ്പില് കുണ്ടുകുളം പിതാവിന്റെ ജീവിതത്തിലുണ്ടായ ഒരു സംഭവം വിവരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കുണ്ടുകുളം പിതാവ്
തൃശ്ശൂരിലെ സെന്റ് ആൻസ് ഇടവകയിൽ വികാരിയായിരിക്കുമ്പോൾ പിതാവിൻ്റെ അടുത്ത് ഒരു സ്ത്രീ വന്നു പറഞ്ഞു, 50 പൈസ ആരാണ് തരാമോന്ന്. ആ സ്ത്രീയുടെ പെരുമാറ്റം കണ്ടപ്പോൾ അന്ന് വികാരിച്ചനാണ് ചോദിച്ചു, എന്തേ നിനക്ക് ഈ കാശ്, നീ ആകെ വിഷമിച്ചിരിക്കണ്ടല്ലോ, അവരാരാണ് തരുക, എന്തിനാന്ന് ചോദിച്ചു. പാഷാണം മേടിക്കാനാ, വിഷം മേടിക്കാനാ. എന്തിനാ? ഞാൻ ചതിക്കപ്പെട്ടു, ഞാൻ ഗർഭിണിയാണ്, എനിക്ക് ജീവിക്കാൻ പറ്റില്ല, എനിക്ക് എൻ്റെ വീട്ടിലേക്ക് പോകാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. കുണ്ടുകുളം പിതാവ് ആ സ്ത്രീയുടെ വേദന കണ്ടപ്പോൾ അജപാലന ഔത്സുക്യത്തോടെ ആ സ്ത്രീയെ മഠത്തിൽ കൊണ്ടുവന്നാക്കിയിട്ട് പറഞ്ഞു, ഈ കുഞ്ഞിനെയും ഈ അമ്മയെയും രക്ഷിക്കണം. അങ്ങനെയാണ് തൃശ്ശൂരിലെ സെന്റ് ക്രിസ്റ്റീന ഹോം ആരംഭം കുറിച്ചത്. അവിടെ 4000-ലധികം അമ്മമാരെ സഹായിച്ചതായി, വളരെയേറെ കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തിയതായി, അവർക്ക് ദത്ത് കൊടുത്ത് വളർത്തി വലുതാക്കിയത് നമുക്കറിയാം. ജീവന്, മനുഷ്യജീവനെ ബഹുമാനിക്കണം. ഒരു തരത്തിലും അമ്മ കുഞ്ഞിനെ കൊല്ലാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കരുത്, അവരെ സഹായിക്കണം. അങ്ങനെ അജപാലനപരമായി മനുഷ്യജീവനെ പ്രോത്സാഹിപ്പിക്കുന്ന ഗർഭിണികളാകുന്നവരെ, വലിയ കുടുംബങ്ങളെ, പ്രത്യേകിച്ച് വലിയ കുടുംബങ്ങളുണ്ടെങ്കിൽ അവരെയും പ്രോത്സാഹിപ്പിക്കാൻ നമുക്ക് സഹായിക്കുന്ന അജപാലനപരമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കലും ഈ മനുഷ്യജീവനെ ബഹുമാനിക്കുന്നതിന്റെ പ്രോ ലൈഫ് മൂവ്മെന്റിന്റെ ഭാഗമാണ്. രണ്ടാമതായിട്ട് ഈ മനുഷ്യജീവന്റെ മഹത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ കുഞ്ഞുങ്ങളെ കൊല്ലല് മാത്രമല്ല, പ്രായമായിട്ടുള്ളവരെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഇന്ന് നമ്മുടെ കേരളത്തില് പ്രായമായിട്ടുള്ളവര് കൂടി വരുന്നു, കുട്ടികളില്ല, യുവജനങ്ങളൊക്കെ നാട്ടിൽ നിന്ന് പുറത്തുപോയി. ഒരു പ്രായമായിട്ടുള്ള വയസ്സായിട്ടുള്ളവരുടെ ഒരു നാടായി കേരളം, പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹം മാറുന്നു എന്നൊരു പരാതി ഉണ്ട്. നമ്മുടെ നാട്ടിൽ, എൻ്റെ തന്നെ നാട്ടില് ഈ ഒരു അനുഭവം ഇല്ലാതില്ല. അങ്ങനെ വരുമ്പോൾ പല വലിയ വീടുകളിലടക്കം പ്രായമായിട്ടുള്ളവർ തന്നെ ജീവിക്കുന്നു, അവരെ നോക്കാനില്ല. മക്കള് ക്രിസ്മസിന്, ഈസ്റ്ററിന്, ബർത്ത്ഡേക്കും ഒക്കെ ഒരു ഫോൺ വിളി, കൊല്ലത്തിൽ ഒരു പ്രാവശ്യം വന്ന് കണ്ട് കേക്കൊക്കെ കൊടുക്കുന്നു. ഇങ്ങനെയുള്ള ഒരു അവസ്ഥ നമ്മുടെ നാട്ടിൽ കാണുന്നുണ്ട്. മക്കളോട് പറയാനുള്ളത്, മക്കളെ ജനിപ്പിച്ച് വളർത്തി പരിപാലിച്ച് നല്ല നിലയിലെത്തിയ മാതാപിതാക്കളെ പലപ്പോഴും അന്വേഷിക്കാനോ പരിഗണിക്കാനോ അവരെ നോക്കാനോ സാധിക്കാത്തൊരവസ്ഥ ഇന്ന് കാണുന്നുണ്ട്. മാതാപിതാക്കളോട്, പ്രായമായിട്ടുള്ളവർ പലരും ചോദിച്ചാൽ തന്നെയാണ്, ആരും നോക്കാനില്ല. ഈ അവസരത്തില് പ്രായമായിട്ടുള്ളവരെ നോക്കാനുള്ള സംവിധാനം ആദ്യം തന്നെ മക്കൾ തന്നെ അതിന് സമയം കണ്ടെത്താൻ, അവർക്ക് വേണ്ടി നോക്കാൻ ഒക്കെ ശ്രമിക്കേണ്ടത് ആവശ്യമാണ്. ഇന്നത്തെ കുടുംബങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, പ്രത്യേകിച്ച് 2015 കുടുംബങ്ങളെ കുറിച്ചുള്ള സിനഡില് റോമില് ഞാൻ പങ്കെടുക്കുകയുണ്ടായി. അവിടെ പ്രത്യേകിച്ച് ഈ മുത്തച്ഛന്മാരുടെ, മുത്തശ്ശിമാരുടെ, ഈ ജൂലൈ 28 മുത്തച്ഛന്മാരുടെയും മുത്തശ്ശിമാരുടെയും ഒക്കെ ദിനമായി വേൾഡ് ഡേ ഓഫ് ഗ്രാൻഡ് പാരൻസ് ആൻഡ് ദി എൽഡർലി ആഘോഷിക്കുകയുണ്ടായി, പ്രായമായിട്ടുള്ളവർ ബഹുമാനിക്കാൻ. ഈ പ്രായമായിട്ടുള്ളവർക്ക് വേണ്ടി മക്കള് ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് ഓർമ്മപ്പെടുത്താൻ ഇത് അവസരമാണ്. പേരക്കിടാങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആത്മീയവും ഭൗതികവും മാനസികവും ശാരീരികമായ വളർച്ചയ്ക്കൊക്കെ മുത്തച്ഛന്മാരുടെ, മുത്തശ്ശിമാരുടെ, അപ്പാപ്പൻ അമ്മാമ്മമാരുടെ റോള് വളരെ വലുതാണ്. അവരെ പലപ്പോഴും നോക്കാൻ പറ്റുന്നതും അവർക്കാണ്. അതുകൊണ്ട് ഈ ഗ്രാൻഡ് പാരൻസിനെ ബഹുമാനിക്കാൻ കുട്ടികളെ പറയും. അവർക്ക് ഗ്രാൻഡ് പാരൻസിന്റെ, ചിലപ്പോൾ മാതാപിതാക്കൾക്ക് സമയമില്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസിന്റെ കൂടെ കുട്ടികളായിരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കുന്നത് ഈ മക്കളുടെ വളർച്ചയ്ക്ക് നല്ലതാണ്. മാത്രമല്ല, ഈ പ്രായമായിട്ടുള്ളവരെ നോക്കാൻ നമ്മളിപ്പോ അവരെ വൃദ്ധമന്ദിരത്തിലേക്ക് കൊണ്ടുവിടുന്നത് ഇപ്പോൾ സാധാരണമായി യൂറോപ്പിലെ പോലെ നമ്മുടെ നാട്ടിൽ എത്തി തുടങ്ങി. പക്ഷെ നമ്മുടെ കുടുംബങ്ങളിൽ ഈ വൃദ്ധരായിട്ടുള്ള മാതാപിതാക്കൾക്ക്, പ്രായമായിട്ടുള്ളവർക്ക് മക്കളുടെ പേരക്കിടാങ്ങളുടെ ഒക്കെ സ്നേഹം കിട്ടാൻ ആഗ്രഹമുണ്ട്. സാധിക്കുന്നതും വീട്ടിൽ തന്നെ ഈ മാതാപിതാക്കളെ, പ്രായമായിട്ടുള്ളവരെ നോക്കാനുള്ള സംവിധാനങ്ങൾ മക്കൾ ചെയ്യുന്നത് ആവശ്യമാണ്. അതില് പലപ്പോഴും ഒരു കുഞ്ഞ്, 2 കുഞ്ഞാണെങ്കിൽ പലപ്പോഴും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് വലിയ കുടുംബങ്ങളെ പ്രോത്സാഹിപ്പിക്കണമെന്ന് പറയുന്നത് തന്നെ അവർക്ക് മാതാപിതാക്കളെ നോക്കാനുള്ള സൗകര്യങ്ങൾ നാട്ടിൽ തന്നെ ഉണ്ടാകാൻ വേണ്ടിയാണ്. വളരെ പ്രത്യേകിച്ച് ഈ പ്രായമായിട്ടുള്ളവരെ ശുശ്രൂഷിക്കാൻ മാർപ്പാപ്പന്മാർ കൃത്യമായി പറയുന്ന പോലെ ഈ പാലിയേറ്റീവ് കെയർ ഈ കാലഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. കുടുംബങ്ങളിൽ തന്നെ പ്രായമായിട്ടുള്ളവർക്ക് ആവശ്യമായിട്ടുള്ളത് ഭക്ഷണം, അവർക്ക് ചികിത്സ, അവർക്ക് കമ്പനി, മറ്റുള്ളവരുടെ സഹവാസം, ഈ കൂട്ടായ്മ അവർക്ക് എപ്പോഴും ആഗ്രഹിക്കുക തന്നെയാണെന്നുള്ള ഭാവമാണ് അവരുടെ ഏറ്റവും വലിയ വേദന. മദർ തെരേസ ഒരിക്കൽ പറഞ്ഞ കാര്യം ഞാൻ ഓർക്കുകയാണ്.
എന്താണ് ഏറ്റവും വലിയ ദാരിദ്ര്യം? പണമില്ലാത്തതല്ല, സാമ്പത്തിക സുസ്ഥി മറ്റു സുഖസൗകര്യാദികളോ അല്ല. ഏറ്റവും വലിയ ദാരിദ്ര്യം എന്ന് പറയുന്നത് എന്നെ ആർക്കും വേണ്ട എന്നുള്ള ഒരു തോന്നലാണ്. ഈ പ്രായമായിട്ടുള്ളവർക്ക് പലപ്പോഴും ഈ തോന്നലിലേക്ക് വരുമ്പോൾ, വലിയ വീടുകളിൽ തനിച്ചായിരിക്കുന്നവർ പലപ്പോഴും ചേരിയിലെ പ്രായമായിട്ടുള്ളവരെക്കാൾ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ വലിയ വീടുകളിലെ പ്രായമായിട്ടുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ളവരെ സംരക്ഷിക്കാൻ അവർക്ക് പാലിയേറ്റീവ് സെന്ററുകൾ ഇപ്പോൾ പലതും ഉണ്ട്. ഒന്നിച്ച് താമസിക്കുന്ന സെന്ററുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്, നല്ല കാര്യം തന്നെ. പക്ഷെ അവർ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് എൻ്റെ മക്കൾക്ക്, എൻ്റെ പേരക്കിടാങ്ങൾക്ക് എന്നെ വേണം, എന്നെ കാണണം, എന്നോട് വർത്താനം പറയണം. അതാണ് അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. അങ്ങനെ പ്രായമായിട്ടുള്ളവരെ ശുശ്രൂഷിക്കാൻ, പരിചരിക്കാൻ, അവർക്ക് സാമീപ്യം ഉണ്ടാകാൻ, പ്രായമായിട്ടുള്ളവരെ ഞങ്ങൾക്ക് വേണമെന്ന് മക്കൾക്കും പേരക്കിടാങ്ങൾക്കും തോന്നാൻ, അങ്ങനെയൊക്കെ അവസരം ഒരുക്കുന്നത് ഈ പ്രോ ലൈഫ് മൂവ്മെന്റിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. ഈ അടുത്ത കാലത്തായിട്ട് ഈ പ്രായമായിട്ടുള്ളവരുടെ ഇടയിലും രോഗികളായിട്ടുള്ളവരുടെ ഇടയിലും ആത്മഹത്യകളൊക്കെ കൂടിയിട്ടുണ്ട്. ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അവരുടെ മാനസികമായ തകർച്ചയാണ്. എന്നെ ആർക്കും വേണ്ട എന്ന് തോന്നലാണ്. അതുകൊണ്ട് ഈ പ്രോ ലൈഫ് മൂവ്മെന്റിനെ പ്രോത്സാഹിപ്പിക്കുന്ന അവസരത്തിൽ തന്നെ ഗർഭഛിദ്രവും കുട്ടികളെ കളയലും മാത്രമല്ല, പ്രായമായിട്ടുള്ളവരെയും നോക്കാനും ശുശ്രൂഷിക്കാനും സ്നേഹിക്കാനും അവരെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്, ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് അവരുടെ മുമ്പിൽ അവതരിപ്പിക്കാനും സാധിക്കട്ടെ. അതും ജീവന്റെ മഹത്വത്തിന്, മനുഷ്യജീവന്റെ മഹത്വത്തിന്റെ ബഹുമാനിക്കുന്ന, പ്രോത്സാഹിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ദൈവം ദാനമായി നൽകുന്ന ജീവനെ ദൈവികമായി തന്നെ കണ്ട് ദൈവിക കൽപ്പനകൾ ലംഘിക്കാതെ കാത്തു സൂക്ഷിക്കാൻ, മനുഷ്യജീവനെ പ്രോത്സാഹിപ്പിക്കാൻ, മനുഷ്യജീവനെതിരായ ഗർഭഛിദ്രം, ദയാവധം, ആത്മഹത്യ, പിന്നെ മനുഷ്യനെ കൊല്ലാതെ കൊല്ലുന്ന മദ്യം, മയക്കുമരുന്ന്, കുടുംബ തകർച്ച തുടങ്ങിയതിൽ നിന്ന് അകന്നു നിൽക്കാൻ നമുക്ക് ഏവർക്കും പരിശ്രമിക്കാം. അപ്പോൾ ചുരുക്കത്തില് മനുഷ്യനെ ബഹുമാനിക്കുന്ന, മനുഷ്യജീവനെ ബഹുമാനിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും നിങ്ങൾ പങ്കുചേരുക. മനുഷ്യനെ കൊല്ലുന്ന, ജീവൻ നിഹനിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുക. ഗർഭഛിദ്രം, ദയാവധം തുടങ്ങിയ നിയമങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന നിയമങ്ങൾക്കെതിരെ, വ്യക്തികൾക്കെതിരെയുള്ള നമ്മുടെ ശക്തമായ പ്രതിരോധം നമ്മളെല്ലാവരും ഒരുമിച്ച് നടത്തുക. അതുവഴി ചുരുക്കത്തിൽ മനുഷ്യജീവന്റെ മഹത്വം കാത്തു സൂക്ഷിക്കാൻ നമുക്ക് പ്രതിബദ്ധതയുള്ളവരാകാം, പ്രതിജ്ഞയെടുക്കാം. അത് ദൈവമഹത്വത്തിന്, മനുഷ്യ വിശുദ്ധിക്ക് കാരണമാണ്. ദൈവം ദാനമായി തന്ന മനുഷ്യജീവനെ കാത്തു പരിപാലിക്കേണ്ടതും ദൈവസന്നിധിയിൽ സ്വർഗത്തിൽ എത്തുന്നവരെ അതിനെ പരിപോഷിപ്പിച്ച് വളർത്തേണ്ടതും ഓരോ മനുഷ്യന്റെയും ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യജീവനെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രോ ലൈഫ് മൂവ്മെന്റ് നമ്മൾ എല്ലാവരും പ്രോത്സാഹിപ്പിക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് മാർച്ച് ഫോർ ലൈഫ് അമേരിക്കയിൽ ആരംഭിച്ചത്. ഇന്ത്യയില് ആദ്യം അത് നടന്നത് ഡൽഹിയിലാണ്, രണ്ടാമത് പൂനെയിലാണ്, മൂന്നാമതായിട്ട് ഇപ്പോൾ തൃശ്ശൂർ വെച്ച് നടക്കുകയാണ്. 2024 ഓഗസ്റ്റ് 10 ശനിയാഴ്ച നടക്കുന്നു. അത് പ്രോ ലൈഫ് മൂവ്മെന്റിന്റെ പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മനുഷ്യജീവനെ കുറിച്ചുള്ള രാവിലെ സെമിനാറുകളും, അത് കഴിഞ്ഞ് പരിശുദ്ധ കുർബാനയും, ഉച്ച കഴിഞ്ഞ് മനുഷ്യജീവനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നാടകവും, പിന്നീട് ഒരു റാലിയുമാണ്. മാർച്ച് ഫോർ ലൈഫ് റാലിയിൽ എല്ലാവരും പങ്കെടുക്കാൻ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അന്ന് തൃശ്ശൂരിലെ സ്വരാജ് റൗണ്ട് വഴി ചുറ്റി വരുമ്പോൾ നമ്മൾ ഈ മനുഷ്യജീവനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സിഗ്നേച്ചർ കമ്പയിൻ അത് എല്ലാവരും കൂടി സമാഹരിച്ച് അത് MTP ആക്ട് റദ്ദ് ചെയ്യാൻ വേണ്ടിയുള്ള അപേക്ഷയോട് കൂടി നമ്മൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക്, ബന്ധപ്പെട്ടവർക്ക് സമർപ്പിക്കുകയാണ്. ഈ റാലിയിൽ, പ്രത്യേകിച്ചും ഉച്ച കഴിഞ്ഞുള്ള റാലിയിൽ പങ്കെടുക്കാൻ ഷെക്കൈന TVയിലെ എല്ലാ പ്രേക്ഷകരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു, ആഹ്വാനം ചെയ്യുന്നു. ഇന്ത്യയുടെ എല്ലാ രൂപതകളിൽ നിന്നുള്ള പ്രതിനിധികൾ പ്രത്യേകിച്ച് ഓഗസ്റ്റ് 10 രാവിലെ വരുന്നുണ്ട്. പ്രേക്ഷകരായിട്ടുള്ള നിങ്ങളെ എല്ലാവരെയും ക്ഷണിക്കുന്നത് ഓഗസ്റ്റ് 10 ഉച്ച കഴിഞ്ഞ് 2 മണിക്കുള്ള യോഗത്തിലേക്കും അതോടൊപ്പം തന്നെ യോഗത്തോടു കൂടി തന്നെ മാർച്ച് ഫോർ ലൈഫ് റാലിയിലേക്കും നിങ്ങളെ ക്ഷണിക്കുന്നു. ഇത് വിജയമാക്കുന്നത് മനുഷ്യജീവനെ ബഹുമാനിക്കുന്ന എല്ലാവരുടെയും ആവശ്യമാണ്. അതിലേക്ക് ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഷെക്കൈന TVയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ദൈവാനുഗ്രഹം സമൃദ്ധമായി ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു.